അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. തനിക്ക് അത്യധികം വേദനയുണ്ടെന്നും അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെത്തിയതെന്നും കെജ്രിവാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ऐसे भगवान राम के नाम को इस्तेमाल करके पिछले 30 साल से भगवान राम का मंदिर बनाने के नाम पे चंदा चोर पार्टी सत्ता में आई। भगवान राम का मंदिर बनवाने के नाम पे उनके नाम का गलत इस्तेमाल करके भगवान राम जो मर्यादा पुरुषोत्तम भगवान राम है उनका नाम इस्तेमाल करके ये सत्ता में आए, और जब से सत्ता में आए तब से इन्होंने राम मंदिर को अपनी पैसे की हवस का शिकार बना दिया. വിനീത, എന്തായാലും ഈ സംഭാവനക്കുള്ള ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അനൂപ്, ഈ വിവാദങ്ങൾക്കും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്കും ഒപ്പം തന്നെ SIT സംഘത്തിന്റെ അന്വേഷണത്തിനുമൊക്കെ ഇടയിലാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അയോധ്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും അവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഈ SIT നടപടികളും ഒപ്പം തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്തതുമെല്ലാം കണ്ണിൽ പൊടിയിടുന്നതിനുള്ളൊരു തന്ത്രമാണെന്നായിരുന്നു ആം ആദ്മി പാർട്ടി കൺവീനർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് 8 പേരെയാണ് ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ്. ഒപ്പം തന്നെ സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കം കൂടി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം നടത്തുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് വളരെയധികം വൈകാരികമായി കൂടി അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോടിക്കണക്കിന് ആളുകൾക്ക് ശ്രീരാമനിൽ വലിയ വിശ്വാസമുണ്ട്, ഇത് അവരുടെ വികാരങ്ങളെ വല്ലാതെ വ്രണപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അവർ വലിയ ദുഃഖിതരാണ്. ഒപ്പം തന്നെ തനിക്കും ഇക്കാര്യത്തിൽ അത്യന്തികം വേദനയുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ക്ഷേത്രത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇന്ന് രാമക്ഷേത്രത്തിലെത്തുകയും ശ്രീരാമനെ കണ്ട അനുഗ്രഹം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്നും ഈ ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചു. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.